ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് റൊട്ടീനായിട്ടാണ് ഞാൻ എടുക്കുന്ന വീഡിയോ. ഏട്ടന് ചോറ് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ആണ് ഇത്ര നേരത്തെ എണീക്കുന്നത് കേട്ടോ. ഏട്ടൻ്റെ ഒരു 7-7:30 ആകുമ്പോഴേക്കും പോവും. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എണീറ്റിട്ട് ഫുഡ് വയ്ക്കുന്നത്. ഇത്ര നേരത്തെ എണീക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ സ്പീഡപ്പ് ആവും. ഈ ടൈമിലൊക്കെ എനിക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാകുമ്പോൾ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. പിന്നെ ഇവിടെ അടുത്ത അമ്പലത്തിൽ 5 മണിയാകുമ്പോൾ പാട്ട് വയ്ക്കും. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ ഫോണിലും പാട്ടൊക്കെ വയ്ക്കും കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ട് അടുക്കളയിൽ എനിക്ക് നല്ല രസമാണ് ജോലി ചെയ്യാനും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്യാം. പണി മാത്രമല്ല, ജോലി മാത്രമല്ല എടുക്കുന്നത്. നമുക്ക് ഈ വക നമ്മുടേതായ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചെയ്യാം. അതിനൊക്കെ പറ്റിയ ടൈമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നും കുടിക്കാറില്ല. എനിക്കെന്തോ ഗ്രീൻ ടീ കുടിക്കണ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഷുഗർ കുറയണമെന്നൊന്നും അറിയില്ല. വീട്ടിലെ പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. രാവിലെ ചേട്ടന് പൊതിച്ചോറാണ് കൊടുത്തേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറമ്പിൽ പോയി ഇല എടുക്കുകയാണ്. അങ്ങനെ വാഴയിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒന്ന് വാട്ടാന്ന് വെച്ചു. ഇല ഇങ്ങനെ വാട്ടിയെടുക്കില്ലേ, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതിച്ചോറിനുള്ള ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തി ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. എനിക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ഇതുപോലെ രാവിലെ ഫുഡൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ ഇലയെടുത്ത് പൊതിച്ചോറാക്കി വയ്ക്കും. ഉച്ചയാകുമ്പോഴേക്കും എടുത്ത് കഴിക്കാറുണ്ട്. എന്തോ ഒരു പ്രത്യേക ഫീലാണ്. എനിക്ക് ഇതുപോലത്തെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു സന്തോഷമല്ലേ. അങ്ങനെ ഇത് പൊതിയാൻ പോവാൻ കേട്ടോ. പൊതിയാനായിട്ട് ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പൊതിച്ചോറ് കൊടുത്തേക്കാറുണ്ട്. അപ്പോൾ അത് അതങ്ങനെ കൊടുത്ത് എക്സ്പെർട്ടായി ഇത് മടക്കാനൊക്കെ. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതേ ഏട്ടന് പോകാൻ സമയമായി. ഫുഡൊക്കെ എടുത്ത് വെക്കണ്ടോ ബാഗിൽ. രാവിലത്തേക്കൊന്ന് വെള്ളയപ്പം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ മാവ് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അപ്പം ചുട്ടെടുക്കുകയാണ്. എൻ്റെ ഏകദേശം പണികളൊക്കെ ഒതുക്കിയിട്ടാണ് മോളെ എണീപ്പിക്കുക. ചില സമയത്ത് അവൾ എണീറ്റ് വരും, അല്ലെങ്കിൽ പോയി എണീപ്പിക്കണം. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചില സമയത്ത് നല്ല മൂടാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വാശിയൊക്കെ ഇരിക്കും, ഒക്കത്തെടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. പിന്നെ ഇത് മോളുടെ ലഞ്ച് ബോക്സാണ് കേട്ടോ. അവൾക്ക് ചോറാണ് ഞാൻ കൊടുത്തയക്കാറ്. കുറച്ച് ചോറേ കൊടുത്തയക്കാറുള്ളൂ, അതന്നെ ബാക്കി കൊണ്ടുവരിക ചെയ്യുക. പിന്നെ കൂട്ടാനായിട്ട് കടലക്കറിയാണ് കൊടുത്തയക്കണം. കടല ഇഷ്ടമാണ് അവൾക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് മോളുടെ ലഞ്ച് ബോക്സ്. പിന്നെ സ്നാക്സ് കൊടുത്തയക്കാറുണ്ട്. അത് വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും പലഹാരം, ബേക്കറി ഐറ്റംസ് അങ്ങനെ കൊടുത്തയക്കാറില്ല. ഇന്ന് ആപ്പിളാണ് കേട്ടോ കൊടുത്തയച്ചത്. അപ്പോഴേക്കും മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അവൾക്ക് ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് അവളെ റെഡിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ. കുഴപ്പമില്ല, നിന്നൊക്കെ തരും അവൾ. വലിയ വാശിയൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് 9:15 ആകുമ്പോഴേക്കും വണ്ടി വരും. അപ്പം അതിന് മുമ്പ് റെഡിയാക്കി നിർത്തുകയാണ്. വിശേഷം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്ത്.
റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പാട്ട് പാടലൊക്കെ ആയിരിക്കും കേട്ടോ. അതിങ്ങനെ സുന്ദരി കുട്ടിയായിട്ടൊക്കെ പോകാൻ പോവുകയാണ് സ്കൂളിലോട്ട്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചത്, കാരണം രാവിലെ എണീറ്റതല്ല. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശന്നൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഇനിയുണ്ട് കാര്യങ്ങൾ, ജോലിയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ.